മലയാളം, തമിഴ് ചലച്ചിത്രങ്ങളിലെ ഒരു അഭിനേത്രിയാണ് കാവ്യ മാധവൻ. ബാലതാരമായാണ് സിനിമയിൽ തുടക്കം കുറിച്ചത്. പൂക്കാലം വരവായി, അഴകിയ രാവണൻ തുടങ്ങിയ ചിത്രങ്ങളിൽ 1991 പുറത്തിറങ്ങിയ പൂക്കാലം വരവായി, 1996 പുറത്തിറങ്ങിയ അഴകിയ രാവണൻ തുടങ്ങിയ ചിത്രങ്ങളിൽ ബാലതാരമായി അഭിനയിച്ചിട്ടുണ്ട്. ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലാണ് ആദ്യമായി നായികയായി വേഷമിട്ടത്. ഇതുവരെ ഒട്ടേറെ മലയാള ചലച്ചിത്രങ്ങളിലും ചില തമിഴ് ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. നീലേശ്വരം GLP സ്കൂളിലും രാജാസ് ഹൈസ്കൂളിലും പഠിച്ച കാവ്യ നന്നേ ചെറുപ്പത്തിൽ തന്നെ കലയോട് തികച്ച ആഭിമുഖ്യം പുലർത്തിയിരുന്നു. ശ്യാമള ടീച്ചറുടെ ശിക്ഷണത്തിലാണ് നൃത്തം അഭ്യസിച്ചത്. കുറേ വർഷങ്ങൾ തുടർച്ചയായി കാസർഗോഡ് ജില്ലയിലെ കലാതിലകമായിരുന്നു. പി മാധവൻ ശ്യാമള ദമ്പതികളുടെ മകളായ കാവ്യയുടെ ഏക സഹോദരൻ ആയ മിഥുൻ ഫാഷൻ ഡിസൈനറാണ്. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരമാണ് സ്വദേശം. 2009 ഫെബ്രുവരി 5 കാവ്യയും നാഷണൽ ബാങ്ക് ഓഫ് കുവൈറ്റിൽ സാങ്കേതിക ഉപദേഷ്ടാവുമായ നിഷാൽ ചന്ദ്രയും തമ്മിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരായി. എന്നാൽ 2 വർഷങ്ങൾക്കു ശേഷം 2011 മെയ് മാസത്തിൽ ഈ വിവാഹബന്ധം ഏർപ്പെടുത്തി. 2 വർഷം സിനിമാ മേഖലയിൽ നിന്നും മാറി നിന്നു. തുടർന്ന് മലയാള ചലച്ചിത്ര രംഗത്ത് തിരിച്ചു വരികയും ചില സിനിമകളിൽ അഭിനയിച്ചു. തുടർന്ന് 2016 നവംബർ 25 മലയാള സിനിമാ നടനായ ദിലീപിനെ വിവാഹം ചെയ്തു.